എന്നെ ശോഭിതമാക്കണമേ. എന്നെ ശോഭിതമാക്കണമേ. കാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. കാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. കാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. കാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. യേശുവേ എൻ കരങ്ങളെ നിൻ കരങ്ങളാക്കണമേ. യേശുവേ നിൻ പാദങ്ങളെ എൻ പാദങ്ങളാക്കണമേ. കാരുണ്യമുഖശോഭയിൽ എന്നെ ശോഭിതമാക്കണമേ. കാരുണ്യ തിരുഹൃദയത്തിൽ നാഥ എന്നെ കാക്കണമേ. ഹല്ലേലൂയ, 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 പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യ ശോഭയിലെന്ന ഈ വചന ആരാധന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈശോയുടെ തിരുമുഖത്തിൻ്റെയും തിരുനാമത്തിൻ്റെയും ഭക്തി ആഘോഷിക്കുകയും അതിൽ ആനന്ദിക്കുകയും ആ ഭക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്ന ഒരു സൗഭാഗ്യ സമയമാണ് ഈ ശുശ്രൂഷ. ഈശോയുടെ തിരുമുഖം കണ്ട് അവിടുത്തെ തിരുമൊഴി കേട്ട് അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിച്ച് അവിടുത്തെ തിരുമാറിൽ ചാഞ്ഞു കിടക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ അനുഗ്രഹീത സമയത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കൃപയാണ്, കരുണയാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈശോയോട് കൂടെ ആയിരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ വിലയുള്ളതൊന്നും ഈ ഭൂമിയിലില്ല. നമ്മൾ എത്രയധികമായി ഈശോയോട് കൂടെ ഇരിക്കുന്നു, എത്രയധികമായി അവിടുത്തെ ആരാധിക്കുന്നു, അത്രയധികമായി കൃപകൾ കർത്താവ് നമുക്ക് പ്രദാനം ചെയ്യും എന്നത് ഒരു ആത്മീയ സത്യമാണ്. നമ്മൾ എത്രമാത്രം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നുവോ അത്രമാത്രം സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പെയ്തിറങ്ങും. സങ്കീർത്തകൻ പറയുകയാണ്, 40-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, സങ്കീർത്തകൻ പറയുന്നു, ഞാൻ കർത്താവിന് വേണ്ടി കാത്തിരുന്നു, അവിടെ നിന്ന് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിച്ചുവെന്നും. കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരെ കർത്താവ് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിക്കും. നമുക്കറിയാം, നമ്മുടെ ജീവിതം ചില സമയത്ത് ഭീകരമായ ഗർത്തത്തിൽ പെട്ടുപോയതുപോലെയാണ്.
ഇനി നമ്മൾ പരിശ്രമിച്ചാൽ നമുക്ക് പുറത്ത് കടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തെ നമുക്ക് ഭീകരമായ ഗർത്തമെന്ന് വിളിക്കാം. ഒരാൾക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ. കുഴഞ്ഞ ചേറ്റെന്ന് പറഞ്ഞാൽ ഒരു കാല് ചെളിയിലാണ്, അത് പൊക്കി അടുത്തതിലേക്ക് വെക്കുമ്പോൾ അതിലും വലിയ ചെളിയാണ്. പിന്നെ രണ്ട് കാലും അനങ്ങാൻ പറ്റാത്ത വിധം പൂട്ടിയിട്ട ഒരവസ്ഥയിൽ ചില സമയങ്ങളിൽ നമ്മൾ കഴിയാറുണ്ട്. നമുക്കിനി നമ്മളുടെ പരിശ്രമം കൊണ്ട് പുറത്തു കിടക്കാൻ കഴിയില്ല. വചനം പറയാണ്, കർത്താവിനെ ഞാൻ കാത്തിരുന്നു, അവിടെ നിന്ന് ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിച്ചു. നമ്മൾ ഈശോയുടെ തിരുമുമ്പിൽ ഇരുന്ന് ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് ചില പാഠങ്ങൾ പഠിക്കുകയാണ്. ആ പാഠങ്ങൾ എന്ന് പറയുന്നത് ഈശോയുടെ പദ്ധതികളെക്കുറിച്ചും ഈശോയുടെ ആഗ്രഹങ്ങളെക്കുറിച്ചും ഈശോയുടെ വികാരങ്ങളെക്കുറിച്ചുമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്, ഈശോയുടെ മുഖത്ത് നിന്ന് നമ്മൾ ഒപ്പിയെടുക്കുകയാണ്. നമുക്കറിയാം, യേശുനാമം വിളിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തിൻ്റെ പദ്ധതികളോടും ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളോടും വികാരങ്ങളോടും ചേർന്നിരിക്കണം. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് നമ്മളെല്ലാവരും വിജയം വരിക്കണമെന്നത് ഈശോയുടെ ആഗ്രഹമാണ്. നമ്മൾ ആ ആഗ്രഹം ഏറ്റെടുക്കുന്നു. നമ്മളും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും അവർ ആയിരിക്കുന്ന മേഖലകളിൽ അവരുടെ ജീവിത വ്യാപാരങ്ങളിൽ വിജയം വരിക്കണം. അത് ഭൗതികമായ വിജയമാകാം, അതുപോലെ അതിനേക്കാൾ ഉപരി ആത്മീയമായിട്ടുള്ള മേഖലകളിൽ എല്ലാവരും വിജയം വരിക്കണം. പാപത്തിനെതിരെയുള്ള യുദ്ധത്തിൽ എല്ലാവരും വിജയം വരിക്കണം. ദൈവിക ജീവനിൽ ലയിച്ചു ചേരുന്നതിൽ എല്ലാവരും വിജയം വരിക്കണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അത് നമ്മൾ ഈശോയുടെ ഒരാഗ്രഹം നമ്മൾ ഏറ്റെടുത്തു. ഈശോയുടെ മറ്റൊരാഗ്രഹമാണ് നമ്മൾ പരസ്പരം കരുണ കാണിക്കണമെന്നത്. പിതാവായ ദൈവം കരുണ കാണിക്കുന്നവനാണ്, പുത്രനായ ദൈവം കരുണ കാണിക്കുന്നവനാണ്. ദൈവം കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും കരുണയുള്ളവരായിരിക്കണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാമത്തെ തിരുവചനം ഈശോ പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ഈശോ ഈ വചനം പറയുന്നതിന് തൊട്ട് മുമ്പ് ശത്രുക്കളോട് കരുണ കാണിക്കുന്നതിനെ കുറിച്ചാണ്. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കുക, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്. പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും. അതായത് നമ്മുടെ കരുണയ്ക്ക് സ്വാഭാവികമായും ഒരർഹതയും ഇല്ലാത്തവർ, അവരോട് പോലും കരുണയുള്ളവരായിരിക്കുമെന്ന് ഈശോ പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ തിരുവചനത്തിൽ ഈശോ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യും, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കാരണം അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. ദൈവം നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നത് പോലെ നമുക്കും കരുണ കാണിക്കാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുമുഖത്തിൽ നിന്ന് ഈശോയുടെ കരുണ ഒപ്പിയെടുക്കുന്നവരാണ്. അതാണ് യഥാർത്ഥത്തിലുള്ളൊരു തിരുമുഖ ഭക്തി എന്ന് പറയുന്നത്, തിരുനാമ ഭക്തി എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 31 മുതൽ നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് വായിക്കാം. അന്ത്യവിധിയുടെ സമയത്ത് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അനന്തരം രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ദൈവം ആ രാജ്യം പ്രദാനം ചെയ്യുന്നത്? ഈശോ പറയുകയാണ്, കാരണം നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, ഞാൻ വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്തു വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുണ കാണിച്ചതെല്ലാം കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നമ്മൾ കരുണ കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കരുണ കാണിക്കുമ്പോൾ ഈശോ പറയാണ്, നിങ്ങൾക്ക് സ്വർഗം കിട്ടും. കരുണ കാണിക്കാതിരിക്കുമ്പോൾ നമുക്ക് സ്വർഗം നഷ്ടപ്പെടും. അതുപോലെ കരുണയെക്കുറിച്ച് ഈശോ പറഞ്ഞ മനോഹരമായ ഉപമയാണ് നിർദ്ദയനായ ഭൃത്യൻ്റെ ഉപമ. അതായത് ഒരാള്
10,000 താലന്ത് കടമുണ്ടായിരുന്ന ഒരാള്. 10,000 താലന്ത് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ആണ്, വലിയ ഒരു കടം. ആ കടത്തിന്റെ കണക്ക് എന്ന് പറയാൻ പ്രിയപ്പെട്ടവർ, ഒരു താലന്ത് എന്ന് പറയുന്നത് 6,000 ധനാറയാണ്. 6,000 ധനാറ എന്ന് പറഞ്ഞാൽ 20 വർഷം ജോലി ചെയ്താൽ, അതായത് ഒരു വർഷം 300 ദിവസം എന്ന കണക്കിൽ 20 വർഷം ജോലി ചെയ്യുമ്പോഴാണ് 6,000 വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുന്നത്. അങ്ങനെ 6,000 ദിവസം ജോലി ചെയ്താൽ അയാൾക്ക് കിട്ടുന്ന ഒരു ഏണിംഗ് ആണ് ഒരു താലന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ജീവിതകാലത്തിൽ അയാൾ ജോലി ചെയ്യാൻ പോകുന്നത് ഏകദേശം ഒരു 60 വർഷം ജോലി ചെയ്യും. 60 വർഷം ജോലി ചെയ്താൽ അയാൾക്ക് ആകെ കൂടെ സമ്പാദിക്കാൻ കഴിയുന്നത് കേവലം 3 താലന്താണ്. പക്ഷേ ഇയാൾക്കുണ്ടായിരുന്ന കടം എന്ന് പറയുന്നത് 10,000 താലന്താണ്. എത്ര തലമുറ ജോലി ചെയ്താലാണ് ഈ 10,000 താലന്ത് സമ്പാദിക്കാൻ തന്നെ സാധിക്കുന്നത്? നമ്മളൊരു കണക്കിന് വേണ്ടി കൂട്ടിയാൽ തന്നെ 3,333 തലമുറ, അല്ലെങ്കിൽ അത്രയും ആളുകൾ ജോലി ചെയ്താൽ കിട്ടുന്ന ഒരു സമ്പാദ്യമാണ്, ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താൽ കിട്ടുന്ന സമ്പാദ്യത്തിന്റെ ഒരു കണക്കാണ് 10,000 താലന്ത് എന്ന് പറയുന്നത്. യജമാനൻ ഈ മനുഷ്യന് ക്ഷമിച്ചു നൽകുന്നത്, വിട്ടുകൊടുക്കുന്നത്, പോട്ടെ എന്ന് പറയുന്നത്, അവനോട് കരുണ കാണിക്കുന്നത് ഇത്രയും വലിയ ഒരു എമൗണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു തലമുറ, മനുഷ്യകുലം മുഴുവൻ ചെയ്ത പാപത്തിന്റെ കടം മുഴുവൻ ദൈവം ക്ഷമിച്ചു കൊടുക്കുകയാണ്. ഈശോയുടെ കുരിശുമരണത്തിന്റെ ഫലമായി മനുഷ്യന്റെ പാപം മുഴുവൻ ദൈവം ക്ഷമിക്കുകയാണ്. പക്ഷേ ഈ ക്ഷമ കിട്ടിയ മനുഷ്യൻ പുറത്തിറങ്ങുമ്പോൾ തനിക്ക് 100 ധനാറ എന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ കൂലി. നമ്മളത് കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ കണക്ക് പ്രകാരം അതൊരു വലിയ എമൗണ്ടാണ്. പക്ഷേ നമുക്ക് ക്ഷമിച്ച് കിട്ടിയിരിക്കുന്ന ആ കണക്കുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നുമല്ല. പക്ഷേ ആ ചെറിയ ആ ഒരു കണക്ക് പറഞ്ഞുകൊണ്ട് അയാൾ തൻ്റെ സഹഭൃത്യന്റെ ഒരക്കിന് പിടിക്കുന്നതാണ്, അയാളെ ജയിലിൽ അടയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും പരസ്പരം കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്ന കാര്യത്തിൽ കരുണ കാണിക്കുന്നവരാകണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. ധൂർത്തപുത്രൻ തിരിച്ചു വരുമ്പോൾ ഇതാ പിതാവ് ആ ധൂർത്തപുത്രനോട് കണക്ക് ചോദിക്കാതെ കരുണ കാണിക്കുകയാണ്. അവനെ വീണ്ടും മകനായി സ്വീകരിക്കുകയാണ്. ധൂർത്തപുത്രൻ പിതാവിൻ്റെ ഇഷ്ടങ്ങളൊന്നും അന്വേഷിക്കാതെ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. എനിക്ക് ഈ പിതാവിനോട് ഇനി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് മറുതലിച്ച് ഇറങ്ങിപ്പോയതാണ്. പക്ഷേ അവൻ ഒന്നുമില്ലാത്തവനായി, ചീഞ്ഞളിഞ്ഞവനായി തിരികെ വരുമ്പോഴും പിതാവ് അവനെ സ്വീകരിക്കുകയാണ്. അതുപോലെ കരുണയുടെ മനോഹരമായ മറ്റൊരു ഉപമയാണ് സമരിയാക്കാരൻ്റെ ഉപമ. സമരിയാക്കാരനും യഹൂദനും തമ്മിൽ മുറിവേറ്റ് കിടക്കുന്ന, യഹൂദനും തമ്മിൽ ശത്രുതയിലാണ്. അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, അവർ പരസ്പരം കലഹിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെട്ടവരാണ്. എങ്കിലും തൻ്റെ ശുശ്രൂഷ ആവശ്യമുള്ള ആ മുറിവേറ്റ് കിടക്കുന്നവനിലേക്ക് ആ സമരിയാക്കാരൻ ചെല്ലുകയും അവൻ്റെ സമ്പാദ്യം ആ മുറിവേറ്റ് കിടക്കുന്നവന് വേണ്ടി ഉപയോഗിക്കുകയും അവന് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുമ്പോഴാണ് ആ സമരിയാക്കാരൻ നല്ല സമരിയാക്കാരനായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ കരുണയാണ്. ഈശോ നമ്മോട് കരുണ കാണിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും, നമ്മുടെ പാപത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കുറവുകൾ ഈശോ നിറവുകളാക്കി തരുന്ന കാര്യത്തിലെല്ലാം ഈശോ നമ്മോട് നിരന്തരമായി കരുണ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈശോ കരുണ കാണിച്ചതുപോലെ ഞാൻ കരുണ കാണിക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ